മീൻ വിഭവങ്ങളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള നല്ല നാടൻ കരിമീൻ ഫ്രൈ ആണ്. ഇത് കഴിക്കാൻ നല്ല രുചിയാണ്. പുറം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റുമായിട്ട് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് കരിമീൻ ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മൊരിഞ്ഞ നാടൻ രുചിയുള്ള കരിമീൻ ഫ്രൈ ആണ്. ഹോട്ടൽ സ്റ്റൈലിൽ നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് എങ്ങനെയാണ് നമുക്കും അതേ രീതിയിൽ വീട്ടിൽ കരിമീൻ ഫ്രൈ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 1,800 മറ്റോ ആയിരുന്നു ഇന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കരിമീൻ. അപ്പോൾ ഇത് നമുക്ക് ഒരു 8-9 എണ്ണമുണ്ട്. എങ്ങനെ നല്ല രീതിയിൽ ഈ കരിമീൻ ഫ്രൈ ചെയ്യാമെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ കരിമീനാണ്. ഫ്രൈ ചെയ്യാൻ വേണ്ട മസാലയൊക്കെ തയ്യാറാക്കുന്നതിന് മുൻപ് ഇതൊന്ന് നമുക്ക് വരഞ്ഞു കൊടുക്കണം. ഒത്തിരി ആഴത്തിലൊന്നും വരേണ്ട. അങ്ങനെ വരഞ്ഞാൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മുറിഞ്ഞു പോവും, കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ട് നമുക്ക് 2 വശവും മുറിച്ച് കൊടുക്കാം. എല്ലാ മീനും വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കുക എന്നുള്ളതാണ്. നല്ല നാടൻ മഞ്ഞൾ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മഞ്ഞൾ തന്നെയാണ് ഞാൻ ഇതിന് ചേർക്കുന്നത്. ഒത്തിരി മഞ്ഞൾ ചേർക്കത്തില്ല, ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് മുളക് ചേർക്കണം. ആ മുളക് പൊടി എടുക്കുന്നത് ഒത്തിരി എരിവ് വേണ്ടാത്തവർക്കാണെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി മാത്രം ചേർത്താൽ മതി. അതിൻ്റെ കൂടെ അല്പം കുരുമുളക് പൊടി ചേർത്താൽ മതി. ഞങ്ങൾ അല്പം എരിവൊക്കെ കൂട്ടുന്നവരായതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയോടൊപ്പം അല്പം എരിവുള്ള മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഒരു 6 സ്പൂണോളം കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്തു. 2 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളി ആവശ്യത്തിന് ചേർക്കാം. 2 ചെറിയ കഷ്ണം ഇഞ്ചി നമുക്കല്ലാതെ ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു 2-3 സ്പൂണ് ഇഞ്ചി പേസ്റ്റ് ഇതിന് ആവശ്യമുണ്ട്. ഒരു 2-3 സ്പൂൺ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. 3 സ്പൂണ് വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് കുരുമുളക് ഒരു 3 സ്പൂണ് കുരുമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇനി ഇതിൽ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല പുരട്ടി കൊടുക്കാം. എങ്കിലേ എല്ലായിടത്തും ഉപ്പും മുളകും ഒക്കെ നന്നായിട്ട് എത്തത്തുള്ളൂ. മീൻ എത്ര നല്ലതായാലും അതിൻ്റെ മസാല നന്നായിട്ട് പിടിച്ചാലേ അതിന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. കരിമീൻ അങ്ങനെ സാധാരണയായിട്ട് എപ്പോഴും വാങ്ങാറുള്ള മീനല്ല. കാരണം വെളിയിൽ പോകുമ്പോഴൊക്കെ കഴിക്കാറുണ്ട്. ഫ്രൈ ചെയ്യാനൊക്കെ വലിയ പാടാണെന്ന് കരുതി വാങ്ങാറില്ല. അപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. മസാല പുരട്ടി നമ്മൾ പുറത്ത് വയ്ക്കുന്നതിനേക്കാൾ നല്ലത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ്. ഫ്രിഡ്ജിൽ നമുക്ക് ഫ്രീസറിൽ വയ്ക്കേണ്ട, സാധാരണ തണുപ്പ് മതി. അത് ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കുന്നതാണ് നല്ലത്. ഈ കാണുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതെപ്പോഴാണെന്ന് നമുക്ക് നോക്കാം. 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച മീനാണ് ഞാൻ വെളിയിലെടുത്ത് വെച്ചിരിക്കുന്നത്. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ചെറിയ എളുപ്പ വഴികളൊക്കെ കാണിക്കാം. പാൻ ചൂടായിട്ട് വന്നാൽ 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 2 ഇല വയ്ക്കുക. ആ ഇലയ്ക്കകത്തേക്ക് നമുക്ക് 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ ഇലയും അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് മീൻ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വളരെ എളുപ്പമുള്ള ഒരു പണിയാണ്. നമുക്ക് വാഴയില വെച്ച് കഴിഞ്ഞാൽ അതിലല്പം പോലും നമ്മുടെ മീൻ ഒട്ടിപ്പിടിക്കില്ല. അതാണ് ഏറ്റവും നല്ല ഒരു എളുപ്പമെന്ന് പറയുന്നത്. എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാനിൻ്റെ അകത്ത് ഒഴിക്കുന്ന വെളിച്ചെണ്ണയും അതുപോലെ ഇലയ്ക്ക് മുകളിൽ ഒഴിക്കുന്ന വെളിച്ചെണ്ണയും നന്നായി ചൂടായി വന്നതിന് ശേഷമേ മീനിടാവൂ. ചെറിയ പാനായതുകൊണ്ട് എനിക്ക് 2 വീതമേ ഒരു സമയത്ത് ഫ്രൈ ചെയ്യാൻ പറ്റൂ. വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കുറച്ച് സമയത്തേക്ക് ഫ്ലെയിം ഉയർന്നു തന്നെ ഇരിക്കട്ടെ. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അതുപോലെ മീൻ പെട്ടെന്ന് ഇളക്കാനായിട്ട് ശ്രമിക്കരുത്. ഒരു 5 മിനിറ്റെങ്കിലും ഇതേപോലെ മീൻ അടുപ്പിലിരിക്കണം. അതിന് ശേഷം മാത്രമേ തിരിച്ചിടാവൂ. അപ്പോൾ അല്പം പോലും അതിലെ ഉള്ളിൽ അടിയിലൊന്നും പിടിക്കില്ല. പെട്ടെന്ന് തിരിച്ചിടാൻ ശ്രമിച്ചാൽ മീൻ ഉടഞ്ഞു പോകും. അതുകൊണ്ടൊരു 4-5 മിനിറ്റ് നമ്മൾ ക്ഷമിച്ച് നിൽക്കണം. അതിന് ശേഷമേ മീൻ തിരിച്ചിടാവൂ. ഇനിയാണ് ഞാൻ പറഞ്ഞ വെളുത്തുള്ളിയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഉപയോഗം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഫ്രൈ കിട്ടുന്നതിന് നമുക്ക് ഒരു വശം തിരിച്ചിട്ടതിന് ശേഷം അല്പം കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളിയും ഒക്കെ അതിൻ്റെ ചുറ്റും ആ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. മീനും നല്ല ടേസ്റ്റാണ്. ആ കറിവേപ്പിലയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ്.
വലിയ പാനാണെങ്കിൽ നമുക്ക് 4-5 ഒക്കെ എണ്ണം ഒരുമിച്ച് നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ വെളുത്തുള്ളി ഇടുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വേണമെങ്കിൽ ചുവന്നുള്ളിയും ഇടാം. 1-2 ചുവന്നുള്ളി ഇട്ടാൽ മതി, വെളുത്തുള്ളി കൂടുതലിടാം. ഇപ്പോൾ തന്നെ വെളുത്തുള്ളിയുടെയും അതുപോലെ കറിവേപ്പിലയുടെയും ഒക്കെ കൂടെ മണം തന്നെ നല്ല മണമാണ് വരുന്നത്. ഇളകി വരാനൊന്നും ഒട്ടും പ്രയാസമില്ലായിരുന്നു. ഫ്രൈ ആവാൻ ഒത്തിരി സമയമെടുത്തില്ല, ഒന്നുപോലും മുറിഞ്ഞു പോയില്ല. ഈ കരിമീൻ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.